ചക്ക കൊണ്ടുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചക്ക കൊണ്ടുള്ള മറ്റൊരു ഈസി എപ്പിസോഡായിട്ടാണ് മമ്മ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മമ്മയുടെ തന്നെ ചോദിച്ചു കളയാം. ഇന്ന് നമ്മൾ ചക്കയുടെ ഒരു ലസ്സി ഉണ്ടാക്കണത്. ഭയങ്കര വെറൈറ്റി ആണല്ലോ. വെറൈറ്റിയാ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് വേണ്ടേ? അതിനു വേണ്ടി ഈ ഗ്ലാസ്സില്ലേ, ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചക്ക പൾപ്പ്. ആ പൾപ്പ് നമ്മള് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാ. അത് ഞാൻ എടുത്ത് തണുപ്പ് മാറ്റിയതാട്ടോ. ഒറിജിനൽ പൾപ്പ്. ചക്ക ചൊളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് പകരം നമുക്ക് ചൊള ഉപയോഗിക്കാം. ഇതിപ്പോ ചക്ക പൾപ്പ് നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പൾപ്പ് ഉപയോഗിക്കുന്നത്. ചക്കയുടെ പൾപ്പ് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ചെക്ക് ചെയ്യാം. നല്ല കൂഴച്ചക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുളകൾക്ക് നൂലും നാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൂഴച്ചക്കയുടെ ചുള എടുക്കുന്നതിന് പകരം അതിൻ്റെ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഷേക്കിനും ലസ്സിക്കും ഒക്കെ നല്ലത്. വരിക്കച്ചക്കയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചുളകൾ മിക്സിയിലടിക്കാം. നല്ല തിക്ക് പൾപ്പാ. അടിപൊളിയായിരിക്കുമല്ലോ. വെള്ളം ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ തിക്കായിട്ടിരിക്കണം. അപ്പം നല്ലതായിരിക്കും. അതിൻ്റെ ലസ്സിയും ജ്യൂസും ഒക്കെ അടിച്ചാൽ സൂപ്പറായിരിക്കും. ഇനി ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് പാല്, 1/4 ഗ്ലാസ് പാല്. പിന്നെ നമ്മൾ ലസ്സി അല്ലേ അടിക്കണേ, അതുകൊണ്ടൊരു 1/2 ഗ്ലാസ് പുളിക്കാത്ത തൈര്. ചെറുപുളിയെ ലസ്സിക്ക് പാടുള്ളൂ. ചെറുപുളി കുഴപ്പമില്ല, പാലും ചേർക്കണ്ടല്ലോ. ഇത് ഒഴിക്കുക കേട്ടോ, തൈര്. ഇനി നമ്മളൊരു സ്വല്പം ഷുഗറും ചേർക്കും. ഷുഗർ വേണമല്ലോ, ഇതിന്റെ ഒരു കോർഡിനേഷൻ. നമുക്കൊരു സ്പൂൺ വടിച്ചെടുക്കാം ഷുഗർ. ഒരു ടേബിൾ സ്പൂൺ വടിച്ചാട്ടോ ഷുഗർ ചേർത്തേക്കണം. ഇനി വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതിയല്ലോ. ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നു. ഈ പൾപ്പ് സൂപ്പറാണ്. നമ്മുടെ പൂഴ്ചക്കയുടെ പൾപ്പ് എടുത്ത് സൂക്ഷിച്ചല്ലേ നമ്മള്. നല്ല ചക്കയല്ലേ. സീസൺ അല്ലാത്തപ്പോഴും അപ്പൊ ചക്ക ഷേക്കും ലസ്സിയും ഒക്കെ നമുക്ക് കഴിക്കാം അല്ലേ. നമ്മളിത് സൂക്ഷിച്ചിടുവാ ഫ്രീസറില്, കണ്ടെയ്നറില്. അത് നമ്മൾ കാണിച്ചിട്ടില്ലേ ഇതില്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചക്ക ലസ്സി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാനും ഇത് അധികം ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കട്ട തൈര് ലേശം പുളിയുള്ളതാണ്. കാരണം നമുക്ക് ലസ്സി ഉണ്ടാക്കുമ്പോൾ ലേശം പുളിരസം ഉള്ളതാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ ഒരുപാട് പുളിയാകാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് പോകും. ലേശം ഒരു നേർത്ത പുളിരസം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇനി പുളിരസം ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കാവുന്നതാണ്. തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് അത് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കാച്ചി വെച്ച തണുപ്പിച്ച പാലും പഞ്ചസാരയും ചക്കയുടെ പൾപ്പ് അല്ലെങ്കിൽ ചക്കച്ചോള ഇത്രയും മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്താൽ മാത്രം മതി. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രഡീഷണൽ ഡിഷസ് ആയിട്ട് മമ്മ ഇനിയും അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ എന്തായാലും ഇതൊന്ന് കഴിക്കാൻ പോവാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം. ബൈ ബൈ.